പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത ഈസ്റ്റ് ബംഗാളിന്റെ കോച്ചായിരുന്ന കാർൽ സ്ക്വാദ്രാതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഈ ഒരു സീസണിലെ 3 മത്സരങ്ങൾ കഴിയുമ്പോൾ കാർൽ സ്ക്വാദ്രാതിന്റെ കീഴിൽ വളരെ മോശം പ്രകടനമായിരുന്നു ഈസ്റ്റ് ബംഗാൾ കാഴ്ചവെച്ചിരുന്നത്. മികച്ചൊരു സ്ക്വാഡുള്ള ടീം തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ. എന്നാൽ സീസണിലെ പ്രകടനം നിരാശപ്പെടുത്തിയതുകൊണ്ട് തന്നെ കോച്ച് കാർൽ സ്ക്വാദ്രാതിനെ പുറത്താക്കിയിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ മാനേജ്മെന്റ്. ഒഫീഷ്യലായിട്ട് തന്നെ ക്ലബ് ഈ ഒരു കാര്യം അറിയിച്ചിട്ടുമുണ്ട്. കാർൽ സ്ക്വാദ്രാതിനെ പുറത്താക്കിയത് കൊണ്ട് തന്നെ മികച്ചൊരു കോച്ചിനെ തന്നെ ഇനി ഈസ്റ്റ് ബംഗാളിനെ ടീമിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഈസ്റ്റ് ബംഗാൾ ആരാധകരെല്ലാം മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിരുന്ന ഇവാൻ യുക്കോമാനോവിച്ചിനെ ടീമിലേക്ക് എത്തിക്കണമെന്ന ആവശ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇവാന്റെ കീഴിൽ കളിച്ചിട്ടുണ്ടായിരുന്ന 4 താരങ്ങളും നിലവിൽ ഈസ്റ്റ് ബംഗാൾ ടീമിലാണ് ഉള്ളത്. മാത്രമല്ല ഈസ്റ്റ് ബംഗാൾ ആരാധകർ പറയുന്നത് ഇവാനെ പോലത്തെ ഒരു കോച്ചിനെ ടീമിലേക്ക് എത്തിക്കുകയാണെങ്കിൽ പോയിന്റ്സ് ടേബിളിൽ മുന്നിലേക്ക് വരാൻ സാധിക്കുമെന്നാണ്. നിലവിൽ കളിച്ച 3 മത്സരങ്ങളിലും പരാജയപ്പെടുകയായിരുന്നു ഈസ്റ്റ് ബംഗാൾ. ഈസ്റ്റ് ബംഗാൾ ആരാധകരെല്ലാം ആവശ്യപ്പെടുന്നത് ഇവാൻ യുക്കോമാനോവിച്ചിനെ ടീമിലേക്ക് എത്തിക്കണമെന്നാണ്. അടുത്തൊരു വാർത്ത, ഇന്നലെ നോർത്ത് ഈസ്റ്റിനെതിരായിട്ടുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം തന്നെയായിരുന്നു പുറത്തെടുത്തിരുന്നത്. മാത്രമല്ല ഇന്നലത്തെ ഒരു മത്സരത്തിലും നോവ സദോവിയായിരുന്നു തിളങ്ങിയത്. ഓരോ മത്സരങ്ങൾ കഴിയുന്തോറും നോവയുടെ പ്രകടനം മികവുറ്റു വരികയാണ്. അഡ്രിയാൻ ലൂണ കൂടി ടീമിൽ തിരിച്ചെത്തിയത് കൊണ്ട് തന്നെ വരുന്ന മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് ടീം കൂടുതൽ ശക്തമാകും. കഴിഞ്ഞ മത്സരത്തിലെ നോവയുടെ സ്റ്റാറ്റ്സ് ഒന്ന് എടുത്ത് നോക്കാം. മത്സരത്തിന്റെ 90 മിനിറ്റ് നോവ സദോവി കളിച്ചിരുന്നു. ഒരു ഗോൾ നേടാനും താരത്തിന് സാധിച്ചിട്ടുണ്ട്. 3 ഷോട്ടുകളും 69 ടച്ചുകളും നോവയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല നോവയ്ക്ക് 72% പാസിംഗ് ആക്യുറസിയും ഉണ്ട്. എന്തുകൊണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിലേക്ക് വേണ്ടി നടത്തിയ ഏറ്റവും മികച്ച സൈനിങ് തന്നെയാണ് നോവയുടേത്. താരം കളിക്കുന്ന എല്ലാ മത്സരങ്ങളിലും നൽകുന്ന ഒരു എഫേർട്ട് എടുത്തു പറയേണ്ടതാണ്. അഡ്രിയാൻ ലൂണ കൂടി ടീമിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീം കൂടുതൽ ശക്തമാവുക തന്നെ ചെയ്യും. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു താരമാണ് പ്രീതം കോട്ടാൽ. കഴിഞ്ഞ സീസണിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട താരം ഈ ഒരു സീസണിൽ മികച്ച ഫോമിലാണ് കളിക്കുന്നത്. ഞങ്ങൾ പ്രതീക്ഷിച്ച റിസൾട്ട് അല്ല ഞങ്ങൾക്ക് ലഭിച്ചത്, എന്നാൽ ആ ഒരു അൺബീറ്റൻ റൺ തുടരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. മത്സരശേഷം പ്രീതം കോട്ടാലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.